ഹലോ, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞായറാഴ്ചയായിട്ട് നമ്മുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ ലോങ് വീഡിയോ ആയിട്ട് ഇടാന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇപ്പൊ കുറെ ദിവസമായിട്ട് വലിയ വലിയ വീഡിയോസ് ഒന്നും എടുക്കാറില്ല. ഈ ഷോർട്സ് ആയിട്ട് ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോവുകയാണ്. വേറെ ഒന്നുകൊണ്ടല്ല, കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു. വീട്ടിലിരിക്കാൻ പരമാവധി സമയം കിട്ടാറില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടാനുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ഫ്രീ ആണ്. അപ്പോൾ നമുക്ക് ഇന്ന് ചെറിയൊരു ബിരിയാണി ഒക്കെ ഉണ്ടാക്കണം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇപ്പൊ കുറെ ആൾക്കാർ കാണുന്നുണ്ട്. അപ്പോ എല്ലാവരും എൻ്റെ വീഡിയോസ് ഒക്കെ കാണുന്നവരോട് ഒരുപാട് നന്ദിയുണ്ട്. സപ്പോർട്ട് ചെയ്യുന്നവരോടൊക്കെ ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ ഇനിയും ഇതുപോലെ സപ്പോർട്ടൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാൻ യൂട്യൂബ് തുടങ്ങിയത് വെറും ഒരു ടൈം പാസിന് വേണ്ടി തുടങ്ങിയതായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് യൂട്യൂബിൽ വീഡിയോ എടുക്കുന്നതും ഇടുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് എത്ര തിരക്കിൻ്റെ ഇടയിലാണെങ്കിലും ഞാൻ വീഡിയോ എടുക്കാനും അത് എഡിറ്റ് ചെയ്യാനും ഒക്കെയുള്ള സമയം കണ്ടെത്താറുണ്ട്. ഇപ്പൊ ഇതിൽ വീഡിയോ ഒക്കെ ഇടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പിന്നെ അതുമല്ല, നമ്മളിപ്പോ പുറത്തൊക്കെ പോകുമ്പോഴേ ഒരുപാട് ആൾക്കാർ നമ്മളെ അറിയുന്നവരൊക്കെ ഇങ്ങോട്ട് വന്നിട്ട് സംസാരിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. വലിയ യൂട്യൂബർ ആയി എന്നല്ലടാ ഞാൻ പറയുന്നത്. പക്ഷെ നമ്മളതിനെ ഇങ്ങനെ വീഡിയോയിലൊക്കെ കണ്ടിട്ട് കുറെ ആൾക്കാർ നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യോ എന്ന് പോലും ആൾക്കാർക്ക് ഡൗട്ടായിരുന്നു കേട്ടോ, നമ്മളെ അറിയുന്ന ആൾക്കാർക്ക് പോലും. അപ്പോൾ അവരൊക്കെ വന്നിട്ട് ഇങ്ങനെ എന്താ പറയാ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്, ഞങ്ങൾ വീഡിയോസ് ഒക്കെ കാണാറുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ ഇനി ഇതുപോലെ നല്ല രീതിക്കൊക്കെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയല്ലോ. അപ്പോൾ ഇതാ നമ്മളെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. രാവിലത്തെ പരിപാടി ഒന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ. പുട്ടാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. പുട്ടിനുള്ള പൊടിയൊക്കെ നനച്ച് വെച്ചിട്ടുണ്ട്. പിന്നെന്താ, ഇന്നലെ വൈകിട്ട് ചിക്കൻ കറി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിൽ കുറച്ച് ബാക്കി ഇരിപ്പുണ്ട്. ഇന്നലെ കടയിൽ കയറിയപ്പോഴും വെളിച്ചെണ്ണ തീർന്ന ഓർമ്മയില്ലായിരുന്നു കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇന്നലെ ഒരു കല്യാണത്തിന് പോയിട്ട് വരുമ്പോഴേക്കും മോൻ്റെ വക എന്തോ ഒരു പരീക്ഷണം നടത്തിയിട്ട് ആ വെളിച്ചെണ്ണ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ കടയിൽ പോയിട്ട് വെളിച്ചെണ്ണ ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ചായപ്പരിപാടിയിലേക്കൊക്കെ കിടക്കട്ടെ കേട്ടോ. അത് മുടി ഇട്ടിക്കട്ടെ.
നമ്മളന്ന് മുടി ബോട്ടക്സ് ചെയ്തിട്ടേ ഇപ്പോൾ ഒരു 8 മാസമായിട്ടുണ്ട്. അത്ര തന്നെ അവർ വാറണ്ടി തന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ ഫ്രണ്ട് ഏരിയ ഒക്കെ ഇങ്ങനെ ചുളിഞ്ഞ് ചുളിഞ്ഞ് വരൽ തുടങ്ങിയിരിക്കണേ. അപ്പോൾ ഇനി ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ഒരു കുട്ടീനെ നോക്കണ പോലെ ഇതിനിങ്ങനെ നല്ല കെയർ ചെയ്തിട്ട് പോകണം. എന്തെങ്കിലും നമുക്ക് ആ ഒരു ലുക്കിൽ എപ്പോഴും നടക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി കുറച്ചും കൂടി കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എല്ലാവരും രണ്ടാളും നയിച്ചിട്ടില്ല, മോള് മിനിയാന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരും ഭയങ്കര ഉറക്കത്തിലാണ് കേട്ടോ. ഈ സ്ലൈസറുള്ള നല്ല സുഖമാണ് കേട്ടോ, സവോളൊക്കെ കട്ട് ചെയ്യാനായിട്ട്. നല്ല എരിയുണ്ട്. കണ്ണ് നേർന്നേ, സവോള ഭയങ്കര എരിവുണ്ട് കേട്ടോ, കണ്ണ് നേർന്ന്. അപ്പൊ നമ്മുടെ സവോള സെറ്റായി. ബിരിയാണിക്കുള്ള അരിയൊക്കെ ഞാൻ നേരത്തെ തന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എത്ര മണിയായി? വേണ്ട, അപ്പൊ എനിക്ക് തന്നേയുള്ളൂ. ഞായറാഴ്ച ദിവസം ഇതുപോലെയാണ് കേട്ടോ. ശരി ഞായറും അവന്റെ ടൈം എന്ന് പറഞ്ഞാല് ഉച്ചയ്ക്കാണ് കേട്ടോ. ഇപ്പൊ എണിച്ചു വന്നതാണേ. മോള് പേര് എണിച്ചില്ല കേട്ടോ, അവളെ മോളിലല്ലേ കിടക്കണേ, ഒരു അഡ്രസ്സും ഇല്ല. അവളെ ടൈം ആകുമ്പോഴേ എണിച്ചു തരുള്ളൂ. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് നല്ല വെയിലാണല്ലോ അല്ലേ, മഴയൊക്കെ നാട്ടിൽ നിന്ന് പോയി. എന്തായിരുന്നു മഴയുടെ ഒരു ഭ്രാന്ത്. ഇന്ന് തുണികൾ കഴുകാനൊന്നുമില്ല കേട്ടോ. ഇന്നലെ വൈകിട്ട് ഞാൻ കുറെ തുണിയൊക്കെ കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്ന് ആ പണിയിൽ നിന്ന് രക്ഷപ്പെട്ടു. രാവിലെ മുറ്റടിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് പുറത്തിറക്കാനുള്ളതൊക്കെ പുറത്തിറക്കി വെച്ചു. പുട്ടുണ്ടാക്കാനുള്ള തേങ്ങയൊക്കെ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നേ, അതൊക്കെ ഫ്രീസറിൽ നിന്ന് എടുത്തു. പിന്നെ ചിക്കനൊക്കെ പുറത്തെടുത്ത് അതൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് വാഷ് ബേസിനും കഴുകലും ബാത്റൂം കഴുകലും ഒക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് നെയിൽ പോളിഷൊക്കെ ഇട്ടത് കേട്ടോ. നമ്മളൊരു വീഡിയോ തുടങ്ങുമ്പോൾ അതിൻ്റേതായ രീതിക്കൊക്കെ തുടങ്ങണമല്ലോ. പിന്നെ അതുമല്ല, നമ്മൾ ഈ നെയിലൊക്കെ വളർത്തുന്ന ആൾക്കാർ ഡെയിലി നെയിൽ നന്നായിട്ട് ക്ലീൻ ചെയ്യാനും ഒക്കെ ശ്രദ്ധിക്കുകയും വേണം. അല്ലാതെ അതൊരു ഷോയ്ക്ക് വേണ്ടിയിട്ട് ഒരു നീറ്റില്ലാതെ കൊണ്ടെടുക്കുന്നതിൽ എനിക്ക് യോജിപ്പില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ പണികളൊക്കെ ഇവിടെ തുടങ്ങിയിട്ടുണ്ടല്ലോ. സവോള അരിയലും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചതയ്ക്കലും ചിക്കൻ തണുപ്പൊക്കെ മാറിയപ്പോൾ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. പിന്നെ പുതിന മാത്രമേ ഉള്ളൂ കേട്ടോ, മല്ലിയില കടയിൽ പോയപ്പോൾ വാങ്ങാൻ മറന്നിട്ടുണ്ടായിരുന്നു. എങ്കിലും കുഴപ്പമൊന്നുമില്ല, ഏതെങ്കിലും ഒരില ഉണ്ടല്ലോ. മല്ലിയില ഇല്ലെങ്കിൽ നമുക്ക് ബിരിയാണിയൊക്കെ ഉണ്ടാക്കാം. ഇപ്പോൾ നമ്മുടെ ബിരിയാണിക്ക് വേണ്ട സാധനങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് ബിരിയാണി ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. നെയ്യപ്പം തിന്ന രണ്ടുണ്ട് കാര്യം എന്ന് പറയില്ല ആൾക്കാർ. അതുപോലെ ഇന്ന് കുക്കറിൽ ചിക്കൻ്റെ മസാലയൊക്കെ സെറ്റ് ആക്കിയിട്ട് അത് വേഗം വെച്ചാൽ അതിൻ്റെ മുകളിൽ തന്നെ പുട്ടുണ്ടാക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം തന്നെ ബിരിയാണിയുടെ പണിയിലേക്ക് നിന്നത് കേട്ടോ. തീയൊക്കെ പിടിപ്പിക്കട്ടെ കേട്ടോ. ഈ നെയ്യപ്പം തിന്ന രണ്ടുണ്ട് കാര്യം എന്ന് പറഞ്ഞതിൽ എന്താണ് രണ്ടാമത്തെ കാര്യം എന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല കേട്ടോ. എന്നാലും പണ്ടത്തെ ആൾക്കാർ അത് പറഞ്ഞതനുസരിച്ചിട്ട് നമ്മൾ ഇപ്പോഴും അതങ്ങനെ ഫോളോ ചെയ്യുന്നതെന്നേ ഉള്ളൂ. എന്താ സംഭവം എന്ന് ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല. ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഈ വീഡിയോ തുടങ്ങുമ്പോഴേ ലൈവ് വോയിസ് കൊടുത്തിട്ട് അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചതായിരുന്നേ. പക്ഷേ ഇവറ്റങ്ങൾ എണിച്ച് കഴിഞ്ഞാലേ പിന്നെ ടി വി അങ്ങോട്ട് തുറക്കും, പിന്നെ അത് ഓഫാക്കുക രാത്രിയിലാണ് കേട്ടോ. അതിൽ വീഡിയോ കാണുമ്പോൾ വോയിസിൽ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണേ. ഇന്നാളെ കൊടുന്ന പൈനാപ്പിൾ ആയിരുന്നേ, അതിൽ കുറച്ചും കൂടെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇന്ന് എന്തായാലും ബിരിയാണി ഉണ്ടാക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്.
നല്ല വന്നിട്ടുണ്ട്. നമ്മള് ഗുഡായിട്ടുണ്ട് കേട്ടാ. എടുക്കട്ടെ. മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞില്ലായിരുന്നോ ഇപ്പോൾ ചായക്കടിയൊന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല എന്ന്. അച്ചുവിന് എന്തെങ്കിലും ബ്രെഡ് പോലെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഞാൻ പക്ഷേ ഷെയ്ക്ക് മാത്രമേ കുടിക്കാറുള്ളൂ കേട്ടോ. മോളിപ്പോൾ വന്നതിൻ്റെ ശേഷമാണ് ഇപ്പോൾ ചായക്കടിയൊക്കെ ഉണ്ടാക്കുന്നത്. അവൾക്കാണെങ്കിലോ രാവിലെ ചായക്കടി നിർബന്ധമാണ് കേട്ടോ. അപ്പം പിന്നെ അതാണ് ഉണ്ടാക്കിയത്. ഇന്നലെ വൈകിട്ട് ചിക്കൻ വാങ്ങിച്ചപ്പോഴേ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ കുറച്ച് പുട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് പുട്ട് തികയായി വന്നേ, നല്ല ഇഷ്ടപ്പെട്ടു ചിക്കനും പുട്ടും കൂടിയിട്ട്. അപ്പം ഇന്നും പുട്ടും ചിക്കൻ കറിയും കൂടിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ. ചായക്കായപ്പോൾ ഞാനും വെച്ചിട്ടും കൂടി ചായയൊക്കെ കുടിച്ചു. അവൻ ടിവിയുടെ അവിടെ ഇരുന്നിട്ട് ചായ കുടിക്കുന്നത് കേട്ടോ. അപ്പോഴേക്കും പിന്നെ നമ്മുടെ ബിരിയാണിക്ക് വേണ്ട റൈസൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. മസാല പിന്നെ നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഇനി ഇതൊക്കെ ഒന്ന് ദമ്മിടാനേ ഉള്ളൂ. ആദ്യം നമ്മുടെ ചിക്കൻ്റെ മസാലയൊക്കെ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തു. പിന്നെ ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് റൈസൊക്കെ ഇട്ട് കൊടുക്കുക, പിന്നെ നെയ്യ് ഒഴിച്ച് കൊടുക്കുക, പിന്നെ സവോള വറുത്തതും കുറച്ച് മുന്തിരിയും പിന്നെ പുതിന അരിഞ്ഞതും പൈനാപ്പിൾ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കാരണം ഇപ്രാവശ്യം പൈനാപ്പിൾ എസൻസ് ഒന്നും ബിരിയാണിയിൽ ചേർക്കുന്നില്ല. ഫ്രഷ് പൈനാപ്പിളിൻ്റെ ഫ്ലേവർ ഉണ്ടാവുമല്ലോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ബിരിയാണി ദമ്മിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. താഴെ മുകളിലായിട്ട് കുറച്ച് കനലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കിച്ചൻ്റെ അവസ്ഥ ഇതായിരുന്നു കേട്ടോ. ആകെ മൊത്തത്തിൽ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതെല്ലാം കഴുകിയിട്ട് കിച്ചണൊന്ന് തുടച്ചിടണം. ഇത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടിയാണ് കേട്ടോ. നമ്മൾ അന്നൊരു ദിവസം വാങ്ങിച്ചപ്പോൾ അതിൻ്റെ വിത്ത് ഏട്ടൻ കുഴിച്ചിട്ടതായിരുന്നേ. സംഭവം മുളച്ച് വന്നിട്ടുണ്ട്. അത് ഇതിനേക്കാൾ ചെറുതായിരുന്നു കേട്ടോ. ഇപ്പോൾ കുറച്ച് വലുതായി തുടങ്ങിയിട്ടുണ്ട്. പിടിക്കോ പിടിക്കില്ല എന്നൊന്നും അറിയില്ല. എങ്കിലും ഇതുവരെ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. പിന്നെ ഈ തുണികളൊക്കെ ഇന്നലെ വൈകിട്ട് തോരട്ടതാണ് കേട്ടോ. മഴയില്ലാത്ത കാരണം പിന്നെ എടുക്കാനൊന്നും പോയില്ല. പിന്നെ ഇതാ ക്ലീനിങ് പരിപാടിയിലേക്ക് വന്നിട്ടുണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുക്കളത്തെ പണികളൊക്കെ കഴിയും കേട്ടോ. എൻ്റെ പണികളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും സായുജ്യം മോളിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴാണ് അവൾ ചായ കുടിക്കുന്നത്. പിന്നെ ഇതാ നാളേക്ക് ഇഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നമ്മളൊരു സമയം കഴിഞ്ഞാലേ നമ്മൾ ഒറ്റയ്ക്കുള്ളൊരു ജീവിതമൊക്കെ തുടങ്ങുമ്പോൾ നമ്മളെ അവിടെ ആരും ഭരിക്കാനും പോരടിക്കാനും ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ സ്വർഗ്ഗമാവും കേട്ടോ. അവിടെ ചിലപ്പോൾ തിന്നാനും കുടിക്കാനും ഇല്ലെങ്കിലും അതല്ല ഇനി ഉണ്ടെങ്കിലും നമുക്ക് ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല, ആരുടെയും പരാതി കേൾക്കേണ്ട ആവശ്യമില്ല, ഒന്നുമില്ല. നമുക്ക് ഉള്ളത് കുടിച്ച് നമ്മുടെ വീട്ടിലെ നല്ല മനസ്സമാധാനത്തോടു കൂടി കിടന്നുറങ്ങാൻ പറ്റുക എന്നുള്ളത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് കേട്ടോ. നമ്മൾ കുറേ കഷ്ടപ്പെടുകയും സങ്കടപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ അതിൻ്റെ ഇരട്ടിയായിട്ട് സന്തോഷവും സുഖവും എല്ലാം ദൈവം നമുക്ക് തരും എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ് കേട്ടോ.
അപ്പോൾ ദാ നമ്മുടെ ബിരിയാണിയൊക്കെ വേറൊരു പാത്രത്തിലേക്ക് വിളമ്പി വെച്ചിട്ടുണ്ട് ട്ടാ. ഈ സമയത്ത് അച്ചിട്ടിയാണ് എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത്. അപ്പോൾ ഈ സ്നേഹപ്രകടനമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉള്ളതാണ് കേട്ടോ. ഇതുപോലെ ഇങ്ങനെയുള്ള പണികളും തരാറുണ്ട്. ബിരിയാണി ഉണ്ടാക്കിയ പാത്രത്തിൽ കുറച്ച് മസാല അടിയിലിരിക്കുന്നുണ്ടായിരുന്നു ട്ടോ. അത് ഞാനിന്ന് കഴിക്കണത് അവൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സായുജ്യ വന്നു കഴിഞ്ഞാൽ അവൾക്കുള്ള ആകെ ഒരു പണി ഇതാണ് കേട്ടോ. ആകെ ഒന്ന് അടിച്ചു വരിക, എപ്പോഴെങ്കിലും ഒന്ന് തുടച്ചു തരിക എന്നുള്ളത് കേട്ടോ. പിന്നെ ദാ നമ്മുടെ കിച്ചണൊക്കെ തുടച്ചിട്ടിട്ടുണ്ട്. പിന്നെ കുട്ടികളൊക്കെ നേരം വൈകിട്ടല്ലേ എണിച്ചതും ചായ കുടിച്ചതൊക്കെ. അപ്പോൾ അവർക്ക് നന്നായി വിശന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഉമ്മറത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. ആ സമയത്താണ് അച്ചുട്ടിക്ക് തലയിൽ കുറച്ച് എണ്ണയൊക്കെ തേച്ച് മസാജ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചത്. കുറേ ആയതുകൊണ്ട് ഇപ്പോൾ ഈ പരിപാടിക്കൊക്കെ നിന്നിട്ട് കേട്ടോ. അപ്പോൾ അവൻ്റെ മുടിയാണെങ്കിലോ പെട്ടെന്ന് അങ്ങ് വളരും കേട്ടോ. പൊന്തക്കാട് പോലെ ആയിട്ടുണ്ട്. ഞാനും മോളും എപ്പോഴും പറയട്ടാ ഈ മുടി ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ എന്നിങ്ങനെ പറയാറുണ്ട്. പിന്നെ 2 ദിവസമായിട്ടുണ്ട് അവൻ ഇങ്ങനെ പറയണം കേട്ടോ, മുടി വെട്ടണം വെട്ടണം എന്ന്. എന്താ വെട്ടാൻ പോയിട്ടും അധികമൊന്നും വെട്ടി കളയൊന്നുമില്ല. ചെറിയ രീതിയിൽ അവിടെ ഇവിടെയൊക്കെ ഒന്ന് എടുക്കും. 120 രൂപ കൊടുത്തിട്ട് വരികയും ചെയ്യും. പിന്നെ ഒരു മാസമാകുമ്പോഴേക്കും വീണ്ടും നന്നായി വളർന്നിട്ടുണ്ടാവും കേട്ടോ. അതാണ് ഇപ്പോഴത്തൊക്കെ മുടി വെട്ടൽ എന്ന് പറഞ്ഞാൽ. പിന്നെ ഒരു 3, 3:30 വരെ ഞങ്ങൾ അവിടെ കഥ പറഞ്ഞിട്ട് ഇരുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഫുഡൊക്കെ കഴിക്കാൻ വന്നത് കേട്ടോ. ചില സമയത്ത് ഞങ്ങളിതുപോലെ ഫോണൊക്കെ മാറ്റി വെച്ച് ടി വി ഒക്കെ ഓഫാക്കി ഇതുപോലെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അങ്ങനെ ഇരിക്കാറുണ്ട് കേട്ടോ. അതൊക്കെ വേണം നമ്മുടെ ജീവിതത്തിൽ. വലിയ അന്താരാഷ്ട്ര കാര്യങ്ങളൊന്നുമല്ല സംസാരിക്കുക. നമ്മുടേതായ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഫീലാണ് അതിനൊക്കെ കേട്ടോ. ചോറുണ്ണൽ കഴിഞ്ഞപ്പോൾ പിന്നെ ഒത്തിരി വൈകിയിട്ടുണ്ടായിരുന്നല്ലോ. എന്നെങ്കിലും കൂടിയിട്ട് 10 മിനിറ്റ് കിടക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പോയതായിരുന്നു ട്ടോ. ആ കിടത്തത്തിൽ ഞാൻ അങ്ങട് ഉറങ്ങിപ്പോയി. എന്താന്നറിയില്ല, ഞാൻ അങ്ങനെ ഉറങ്ങാറൊന്നുമില്ല പകല്. പക്ഷേ ഇന്നലെ എന്തോ നന്നായിട്ട് അങ്ങ് ഉറങ്ങി ട്ടോ. അപ്പോൾ അച്ചിട്ടി വന്നിട്ട് എടുത്ത വീഡിയോ ആയിരുന്നു ട്ടോ അത്. പിന്നെ ഒരു 6 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ പെട്ടെന്ന് എണിച്ചത്. അപ്പോഴേക്കും ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ട്ടോ. അപ്പോൾ നമ്മുടെ മുറ്റത്തെ തുണികളൊന്നും എടുത്തിട്ടും ഉണ്ടായിരുന്നില്ല. അങ്ങനെ മുറ്റത്തെ തുണികളൊക്കെ എടുത്ത് പിന്നെ മുകളിലും കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു ട്ടോ. അതൊക്കെ എടുക്കാൻ വേണ്ടി വന്നതായിരുന്നേ. അതൊക്കെ എടുത്ത് വന്ന് താഴത്ത് കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. ഒരുപാട് തുണികൾ മടക്കി വെക്കാനുണ്ട് ട്ടോ. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു പണി. എന്നാലും നമ്മൾ ചെയ്തതന്നെയല്ലേ പറ്റൂ. അതൊക്കെ എടുത്ത് വെക്കണം. പിന്നെ പപ്പടവട ഉണ്ടായിരുന്നു ട്ടോ. അതൊക്കെ കൂടി ചായയൊക്കെ കുടിച്ചു. അപ്പോഴാണ് ഉഴുന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ടല്ലോ എന്നുള്ളൊരു ഓർമ്മ വന്നത് ട്ടോ. അപ്പോൾ വേഗം അതൊക്കെ അരച്ച് വെച്ചു. ഉഴുന്നിൻ്റെ കൂടെ കുറച്ച് വറുത്ത അരിപ്പൊടിയും പിന്നെ കുറച്ച് ചോറും കൂടി ചേർത്തിട്ടാണ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. നല്ല സോഫ്റ്റുള്ള ഇഡ്ഡലി കിട്ടും നമുക്ക്. പിന്നെ കുറച്ച് നേരം ടി വി ഒക്കെ കണ്ട് ഫോൺ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് രാത്രിക്കത്തെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇവിടെ അവസാനിച്ചു ട്ടാ. ഇപ്പൊ രാത്രിയിൽ ഒരു 10:30 ആയിട്ടുണ്ട്. അപ്പോൾ വൈകിട്ടത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. നമ്മളിതാ റൂമിലെത്തിയിട്ടുണ്ട്. ഇനി ഉറങ്ങട്ടെ. നാളെ തിങ്കളാഴ്ച അച്ഛൻ്റെ ക്ലാസ്സൊക്കെ ഉണ്ടല്ലോ. അപ്പം നേരത്തെ എഴുന്നേൽക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.